ഹായ്, എല്ലാവർക്കും ഈ പള്ളിക്കൂടത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഈ പള്ളിക്കൂടത്തിന്റെ വീഡിയോകളൊക്കെ കാണുന്ന എല്ലാ ആൾക്കാർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. 2020 നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സ്കൂളുകളിൽ കുട്ടികളെയും ടീച്ചേഴ്സിനെയും സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു. അപ്പൊ ഈ ഓൺലൈൻ ടീച്ചിങ്ങും ലേണിംഗും ഒക്കെ എത്രമാത്രം എഫക്റ്റീവ് ആയിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ഈ എക്സാമിന്റെ സമയത്ത് അറിയാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നുന്നു എക്സാം ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഈവൻ CBSE-ക്കാർക്ക് പോലും ഓഫ്ലൈൻ എക്സാംസ് ഉണ്ടെന്ന് പറയുന്നു. സോ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുള്ള ലെസണിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ലെസൺ ആണിത്. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ഒരു ലെസൺ ആണ്. ബിക്കോസ് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടും നമ്മൾ കുറച്ചൊക്കെ ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഇക്വേഷൻസ് ഒക്കെ അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ ഇത്തിരി തല പുണ്ണാക്കാതെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ആണ് സാധാരണ ഈ ലെസണിൽ നിന്ന് വരുന്നത്. അപ്പൊ ഇന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു a 100 ohm resistor is connected to a 220 volt 50 hertz AC supply. What is the RMS value of current in the circuit? What is the net power consumed over a full cycle? എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോ നമ്മൾ ഇതിനകത്ത് 3 തരത്തിലുള്ള വോൾട്ടേജും കറണ്ടും പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് RMS, മാക്സിമം, ഇൻസ്റ്റന്റേനിയസ്. ഈ RMS എന്ന് പറയുന്നത് സാധാരണ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന 220, 2 വോൾട്ട്, 230 അങ്ങനെയൊക്കെ വോൾട്ടേജിന് പറയുന്ന പേരാണ് RMS എന്ന് പറയുന്നത്. മാക്സിമം എന്ന് പറയുന്നത് നമ്മൾ ഈ 220 വോൾട്ടിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വോൾട്ടേജിനെ കറണ്ടിനെയാണ് നമ്മൾ മാക്സിമം കറണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത്. പിന്നുള്ളത് ഇൻസ്റ്റന്റേനിയസ് ആണ്. അതായത് V = V0 sin ωt. അങ്ങനെ ആ സൈൻ ഫംഗ്ഷനോട് ആഡ് ചെയ്ത് നമ്മൾ എടുക്കുന്നതാണ് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് എന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എന്നും നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആദ്യം ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ RMS വാല്യൂ ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട് എന്നാണ്. അപ്പൊ ഈ തന്നിട്ടുള്ളത് തന്നെയാണ് RMS വാല്യൂ എന്ന് പറയുന്നത്. ഈ 220, 230 എന്ന് പറയുന്നത് തന്നെ RMS വാല്യൂ ആണ്. സോ VRMS ഇത് വോൾട്ടേജ് ആണ്. നമുക്ക് കറണ്ടിന്റെ ആണ് RMS വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ RMS എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണോ നമ്മൾ ഓംസ് ലോയില് അല്ലെങ്കിൽ നമ്മുടെ DC-യിൽ നമ്മൾ യൂസ് ചെയ്തത് ഓംസ് ലോ, അതേപോലെ തന്നെ നമുക്ക് ഇതിവിടെയും യൂസ് ചെയ്യാം. സോ IRMS = VRMS ഡിവൈഡഡ് ബൈ R. ഇത് റെസിസ്റ്റൻസ് മാത്രമുള്ള സർക്യൂട്ട് ആണ്. അപ്പൊ നമുക്ക് റെസിസ്റ്റൻസ് ഡയറക്ട്ലി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. So it is 220 divided by 100. So the answer will be 2.2 ampere. Okay, എളുപ്പം ചെയ്തല്ലോ. Then what is the net power? അപ്പൊ പവറിന്റെ ഇക്വേഷൻ നമ്മൾ സാധാരണ നേരത്തെ കറണ്ട് ഇലക്ട്രിസിറ്റി ലെസൺ ആയിരുന്നെങ്കിൽ നമ്മൾ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ അങ്ങനെയല്ല. VRMS ഇൻറ്റു IRMS എന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. That means 220 multiplied by 2.2. Your answer will be 484 watts. Okay, അപ്പൊ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 1 മാർക്കിനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, let's move to the next one. The peak voltage of an AC supply is 300 volts. So ഇത് പീക്ക് ആണ്, മാക്സിമം വോൾട്ടേജ് ആണ്. What is the RMS? ഇപ്പൊ RMS എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എന്തായിരിക്കും, പീക്കിനെ കാട്ടിലും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. So VRMS is equal to V maximum, which is 300 divided by √2. 300 divided by √2 എന്ന് പറയുമ്പോൾ ആൻസർ വരുന്നത് 212.2 വോൾട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ദെൻ RMS വാല്യൂ ഓഫ് കറണ്ട് തന്നിട്ടുണ്ട് 10 ആംപിയർ. അപ്പൊ പീക്ക് കറണ്ട് അല്ലെങ്കിൽ മാക്സിമം കറണ്ട് കണ്ടുപിടിക്കാം. സോ I maximum = മാക്സിമം ആയതുകൊണ്ട് നമ്മൾ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത്. സോ 10 multiplied by √2 which is equal to I think 14.1 ആംപിയർ will come. ഓക്കെ, ഇതായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ. മൂവ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ ഒരു ഇൻഡക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള, അതായത് ഒരു AC സർക്യൂട്ടിൽ ഇൻഡക്ടർ കളക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന് അങ്ങനെ എന്താണ് അതിന്റെ മാക്സിമം വാല്യൂവിനൊക്കെ വ്യത്യാസം ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഒരു ഇൻഡക്ടർ ഉണ്ട്, അതിന്റെ വാല്യൂ 44 മില്ലി ഹെൻറി ആണ്. 220 വോൾട്ട് ആണ്. ഇപ്പൊ ഈ 220 വോൾട്ട് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ VRMS വാല്യൂ ആണ്. ഇത് നമ്മുടെ ഫ്രീക്വൻസി ആണ്. ഡിറ്റർമിൻ ദ RMS വാല്യൂ ഓഫ് ദി കറണ്ട്. അപ്പോൾ സാധാരണ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത സർക്യൂട്ട് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്നാണ്. അപ്പൊ ഇവിടെയും സെയിം ആ ഒരു കോൺസെപ്റ്റ്, നമ്മൾ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതെന്താണ്, റെസിസ്റ്റൻസിന് പകരം ഇവിടെ ഒരു ഇൻഡക്ടർ ആണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇൻഡക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിലാണ്. ഇൻസ്റ്റെഡ് ഓഫ് എ റെസിസ്റ്റൻസ് വി ആർ കണക്ടിങ് എ കോയിൽ.
ഇപ്പൊ ഇൻഡക്ടറിന്റെ റെസിസ്റ്റൻസിന് നമ്മൾ പറയുന്നത് എന്താ? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്നാണ് പറയുന്നത്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈസ് ഡിനോട്ടഡ് ബൈ എക്സ്എൽ ആൻഡ് എക്സ്എൽ ഈസ് ഈക്വൽ ടു എൽ ഒമേഗ. ഇപ്പൊ ഇവിടെ എല്ലിന്റെ വാല്യൂ നമുക്കറിയാം, ഒമേഗയുടെ വാല്യൂ നമുക്കറിയാം. നിങ്ങൾക്കത് ഇപ്പൊ എല്ല് 44 ഇൻറ്റു 10⁻³ ആണ്. ഒമേഗയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πf ആണ്. 2 ഇൻറ്റു 3.14 ഇൻറ്റു 50 വരുമ്പോൾ നിങ്ങൾക്ക് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കിട്ടും. എന്നിട്ട് നിങ്ങൾ IRMS എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? സെയിം തന്നെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന് പകരം നമ്മൾ ഇവിടെ XL യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ബിക്കോസ് ഇൻസ്റ്റെഡ് ഓഫ് റെസിസ്റ്റൻസ് it is there is an inductor over here. So it is 220 divided by ഈ ഒരു വാല്യൂസ്, അതായത് 44 ഇൻറ്റു ഞാൻ 10⁻³ മുകളിൽ എഴുതുന്നു ഇൻറ്റു 2 ഇൻറ്റു 50 എന്ന് പറയുന്നത് 100 ആണ്. 100 മൾട്ടിപ്ലൈഡ് ബൈ, അപ്പൊ അത് 314 എന്ന് വരും. ഇതെല്ലാം കൂടെ ചെയ്ത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് 15.9 ആംപിയർ എന്ന ആൻസർ കിട്ടും. അതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 3. ഇപ്പൊ ഈ ഇൻഡക്ടറിന് പകരം നിങ്ങൾക്ക് ഒരു കപ്പാസിറ്റൻസ് ആണുണ്ടെങ്കിൽ നിങ്ങൾ കപ്പാസിറ്റേറ്റീവ് റിയാക്ടൻസ് കണ്ടുപിടിച്ചിട്ട് സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അവിടെ നമ്മൾ XC ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് XC ഈസ് ഈക്വൽ ടു 1/C ഒമേഗ എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ അതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഇവിടെയും RMS വാല്യൂ 110 വോൾട്ട്. 110 വോൾട്ട് എന്ന് പറഞ്ഞു തന്നേക്കുന്നത് VRMS ആയിരിക്കാം. അത് എന്തായാലും മാക്സിമം വാല്യൂ ആവാൻ ചാൻസ് ഇല്ല. സോ ഇറ്റ് വിൽ ബി VRMS. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? IRMS ഈക്വൽ ടു VRMS ഡിവൈഡഡ് ബൈ R ആണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. റെസിസ്റ്റൻസ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ റെസിസ്റ്റൻസിന് പകരം നമുക്ക് കപ്പാസിറ്റർ ആണുള്ളത്. അതുകൊണ്ട് നമ്മൾ കപ്പാസിറ്റേറ്റീവ് റിയാക്ടൻസ് വിച്ച് ഈസ് XC ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ 110 XC എന്ന് പറയുന്നത് എന്ത് വരും? 1/C ഒമേഗ ആണ് വരുന്നത്. 1/C ഒമേഗ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ അങ്ങ് ലൈക്ക് ന്യൂമറേറ്ററിൽ പോകും. അപ്പോ 110 മൾട്ടിപ്ലൈഡ് ബൈ C ഞാൻ മുകളിൽ എഴുതുകയാണ്. എത്രയാ? 60 ഇൻറ്റു 10⁻⁻6 മൾട്ടിപ്ലൈഡ് ബൈ ഒമേഗ എന്ന് പറയുന്നത് എത്ര വരും? 2 ഇൻറ്റു പൈ 3.14 ഇൻറ്റു 60. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2.49 ആംപിയർ എന്ന് ആണ്. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. സെയിം തന്നെ ഇക്വേഷൻ ആയിരുന്നു. സെയിം ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ ആണത്. ഇപ്പൊ ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് നമ്മൾ പ്രീവിയസ് ആയിട്ട്, അതായത് 7.3യും 7.4ഉം. 7.3 എന്ന് പറയുന്നത് ഇൻഡക്ടർ കണക്റ്റഡ് ഇൻ ആൻ AC-യും 7.4 എന്ന് പറയുന്നത് കപ്പാസിറ്റർ കണക്റ്റഡ് ഇൻ ആൻ AC-യും ആയിരുന്നു. വാട്ട് ഈസ് ദ നെറ്റ് പവർ അബ്സോർബ് ബൈ ഈ സർക്യൂട്ട് ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ? എക്സ്പ്ലെയിൻ യുവർ ആൻസർ. ഇപ്പൊ ഈ കേസിൽ നമ്മൾ പവറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് VRMS-ഉം IRMS-ഉം നമ്മൾ cos ഫൈയുടെ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പൊ cos ഫൈ നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണം ബിക്കോസ് ഇവിടെ ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ റെസിസ്റ്റൻസിന്റെ കൂട്ടല്ല, റെസിസ്റ്റൻസിന്റെ കേസിലാണെങ്കിൽ ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല. വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിൽ തന്നെ ആയിരിക്കും. അതിന് വേരിയേഷൻ ഒന്നും വരുന്നില്ല. അതേസമയം കപ്പാസിറ്റൻസിന്റെ കേസിലും ഇൻഡക്ടറിന്റെ കേസിലും നമുക്ക് ഫേസ് ഡിഫറൻസ് ഉണ്ട് വിച്ച് ഈസ് 90 ഡിഗ്രി. അത് ലീഡും ലാഗും ആണ്. ബട്ട് ദ ഫേസ് ഡിഫറൻസ് ഈസ് 90 ഡിഗ്രി. അപ്പൊ അതുകൊണ്ട് തന്നെ ഫൈയുടെ വാല്യൂ എന്തായി പോവും? 90 ഡിഗ്രി ആയിട്ട് മാറും. അതിന്റെ കോസ് ഫൈയെ നമ്മൾ പവർ ഫാക്ടർ എന്ന് പറയാറുണ്ട്. ഫൈയുടെ കേസിൽ നമ്മൾ 90 ഡിഗ്രി വരുന്നത് കൊണ്ട് ഇതെന്തായി പോവും? 0 ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പൊ ഈ രണ്ട് പ്യുവർ ഇൻഡക്ടറും പ്യുവർ കപ്പാസിറ്റൻസും ഉള്ള സർക്യൂട്ട് ആണെങ്കിൽ നിങ്ങളുടെ ആവറേജ് പവർ, നെറ്റ് പവർ എന്ന് പറയുന്നത് നിങ്ങളുടെ എന്തായിട്ട് പോവും? 0 ആയിട്ട് പോവും. ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു LCR സർക്യൂട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും LCR സർക്യൂട്ടിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം റെസൊണൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കപ്പാസിറ്റേറ്റീവ് റിയാക്ടൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും ഈക്വൽ ആവുമ്പോഴാണ് നമുക്ക് എന്ത് പറ്റുന്നത്? റെസൊണൻസ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ LCR സർക്യൂട്ടാണ്. ഇൻഡക്ടൻസ് ഉണ്ട്, കപ്പാസിറ്റൻസ് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. Q വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. നമ്മുടെ Q വാല്യൂവിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L ഒമേഗ ഡിവൈഡഡ് ബൈ R ആണ്. ഈ ഒമേഗ റെസൊണൻസ് ഫ്രീക്വൻസി ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാ വരുന്നത്? XC-യും
എൽ സിയും എക്സ് സിയും എക്സ് സെയിം ആകുമ്പോഴാണ് നമുക്ക് റെസൊണൻസ് കിട്ടുന്നത്. അതായത് 1/c ഒമേഗയും എൽ ഒമേഗയും സെയിം ആവണം. അപ്പൊ ഇതെങ്ങനെ വരും? 1/LC ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ. അപ്പൊ ഇത് ഈക്വൽ ആവുന്ന ആ സ്പെസിഫിക് ഫ്രീക്വൻസിക്ക് പറയുന്ന പേരാണ് റെസൊണൻസ് ഫ്രീക്വൻസി എന്ന്. അപ്പൊ നമ്മുടെ ഒമേഗ ആർ എന്ത് വരും? ഒമേഗ ആർ ഇസ് ഈക്വൽ ടു 1/√LC എന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു എ സി സർക്യൂട്ട് റെസൊണൻസിലാവുന്നത് അല്ലെങ്കിൽ ഒരു LCR സർക്യൂട്ട് റെസൊണൻസിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഈക്വൽ ആകുമ്പോഴാണ്. അപ്പൊ ആദ്യം നമുക്ക് ഒമേഗ ആർ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഒമേഗ ആർ എന്ന് പറയുന്നത് 1/√L. എൽ എന്ന് പറയുന്നത് എത്രയാ? 2. സി എന്ന് പറയുന്നത് 32 × 10⁻⁻6 വരും. അപ്പൊ ഈ 10⁻⁻6നെ ഞാൻ -3 ആയിട്ട് പുറത്തെടുത്തിട്ട് അതിനെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ 10⁻³ ഡിവൈഡഡ് ബൈ 2 × 32 വിച്ച് ഈസ് 64. 64ന്റെ റൂട്ട് എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ ഒമേഗ ആർ നമുക്ക് വരുന്നത് 125 radian/second ആണ് വരുന്നത്. നമ്മൾ ഫ്രീക്വൻസി അല്ല കണ്ടുപിടിക്കുന്നത്. ഈവൻ ദോ നമ്മൾ റെസൊണൻസ് ഫ്രീക്വൻസി എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒമേഗയാണ്. ഇനി നമ്മൾ ക്വാളിറ്റി ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൽ എത്രയാണ്? 2 × 125 ഡിവൈഡഡ് ബൈ 10. അപ്പൊ ഇതിന്റെ വാല്യൂ എത്ര വരും? ഇത് 250 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 25 എന്ന് വരും. അതാണ് ക്വാളിറ്റി ഫാക്ടറും. അടുത്തത് ഒരു LC സർക്യൂട്ട് ആണ്. അതായത് നമുക്ക് കപ്പാസിറ്റൻസും ഉണ്ട്, ഇൻഡക്ടറും ഉണ്ട്. വാട്ട് ഈസ് ദ ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ഫ്രീ ഓസിലേഷൻ ഓഫ് ദി സർക്യൂട്ട്? അപ്പൊ അവിടെ നമ്മൾ റെസൊണൻസ് ഫ്രീക്വൻസി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ഫ്രീ ഓസിലേഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ കേസില് ഒമേഗ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഒമേഗ ആർ ഈസ് ഈക്വൽ ടു 1/√LC എന്നുള്ള റിലേഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോ ഇതിന് പകരം എല്ലിന് പകരം നമ്മൾ എന്ത് ചെയ്യും? 27 × 10⁻⁻3, സിക്ക് പകരം 30 × 10⁻⁻6. അപ്പൊ ഇത് രണ്ടും കൂടെ നമുക്ക് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.1 × 10⁻³ radian/second ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. ഇതുമായിട്ടുള്ള ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അടുത്ത 7.8 എന്ന് പറയുന്നത് ആ പ്രീവിയസ് ക്വസ്റ്റ്യന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് വരുന്നത്. സപ്പോസ് ഇനിഷ്യൽ ചാർജ് ഓൺ ദി കപ്പാസിറ്റർ ഈസ് 6 microcoulomb. വാട്ട് ഈസ് ദ ടോട്ടൽ എനർജി സ്റ്റോർഡ് ഇൻ ദ സർക്യൂട്ട്? അപ്പൊ നമുക്കറിയാം QC ഈസ് ഈക്വൽ ടു Q² ഡിവൈഡഡ് ബൈ 2C എന്നുള്ള റിലേഷൻ ആണ് നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ Q² എന്ന് പറയുന്നത് 6 × 10⁻³ the whole square ഡിവൈഡഡ് ബൈ 2 × കപ്പാസിറ്റൻസ് എത്രയായിരുന്നു നേരത്തെ കേസിൽ? 30 × 10⁻⁻6 ആണ് വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.6 ജൂൾ ആണ്. അപ്പൊ ഇതാണ് അതിന്റെ ഇനിഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഈ എനർജിക്ക് വേരിയേഷൻ ഒന്നും ഉണ്ടാകത്തില്ല, ബിക്കോസ് ഇറ്റ്സ് എ റെസിസ്റ്റൻസ് ഇല്ലാത്ത സർക്യൂട്ട് ആണ്. സോ എനർജിക്ക് വേരിയേഷൻ ഉണ്ടാകത്തില്ല. സെയിം എനർജി വിൽ റിമെയിൻ ആഫ്റ്റർ സം ടൈം or later time. Like how is the total energy at later time? It will remain the same. നമുക്ക് ആൻസർ എഴുതാനായിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു LCR സർക്യൂട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം LNCയുടെ ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. വേരിയബിൾ ഫ്രീക്വൻസി 200 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് അത് RMS വാല്യൂ ആണ്. When the frequency of the supply equals to the natural frequency of the circuit, that means when it is at resonance എന്നുള്ളതാണ് ആ ഒരു സെന്റൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. What is the average power transfer? ഇപ്പൊ നമുക്ക് ആവറേജ് പവർ ട്രാൻസ്ഫർ ചെയ്തത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട ഇക്വേഷൻ IRMS VRMS cos phi എന്നുള്ള ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം IRMS വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ IRMS കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? VRMS ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് വേണം. ഇവിടെ LCR സർക്യൂട്ട് ആയതുകൊണ്ട് റെസിസ്റ്റൻസിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇംപിഡൻസ് ആണ്. ബിക്കോസ് എല്ലാത്തിന്റെയും വരുന്നുണ്ട്. അപ്പൊ Z ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. എന്താ ഇക്വേഷൻ? R² പ്ലസ് XC മൈനസ് XL ദ ഹോൾ സ്ക്വയർ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. പക്ഷെ ഇത് റെസൊണൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ XC ഈസ് ഈക്വൽ ടു XL എന്നാണ് അല്ലെ? റെസൊണൻസിന്റെ കണ്ടീഷൻ എന്താ? XC ഈസ് ഈക്വൽ ടു XL ആകുമ്പോഴാണ് റെസൊണൻസ് ഹാപ്പൻ ചെയ്യുന്നത്. സോ ഈ ടൈം നമുക്ക് വരില്ല.
നമുക്ക് എന്ത് മാത്രമേ വരത്തുള്ളൂ? 6 മാത്രമേ വരത്തുള്ളൂ. അപ്പൊ Z ഈസ് ഈക്വൽ ടു 6 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 10. Z എന്ന് പറയുന്നത് ഇമ്പിഡൻസ് ആണ്. LCRന്റെ മൊത്തം കൂടെ ഉള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. സോ IRMS എന്ത് വരും? 200 divided by 10 which is equal to 20 ആംപിയർ എന്ന് നമുക്ക് വരും. അപ്പൊ 20 ആംപിയർ എനിക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് cos phi ആണ്. cos phi യുടെ ഇക്വേഷൻ എന്താ? cos phi is equal to R by Z. R എത്രയാണ്? 10. Z എത്രയാണ്? 10. So the value will be 1. അല്ലെങ്കിൽ ഇതിപ്പോ ഒരു റെസിസ്റ്റൻസ് സർക്യൂട്ട് പോലെ തന്നെയായി. അപ്പോൾ cos phi of course must be equal to 1. നമ്മളിപ്പോ നമ്മുടെ P average എത്ര വരും? IRMS means 20 multiplied by 200 multiplied by 1. So it is equal to 430 watt relation. Okay. എന്തുകൊണ്ടാ തെറ്റാന്ന് പറഞ്ഞേ? എന്റെ ആറിന്റെ വാല്യൂ ഇതിനകത്ത് തെറ്റായിട്ടാണ് വന്നേക്കുന്നത്. നോക്കി, ആറിന്റെ വാല്യൂ 20 ആണ്. 20. So it will become 10 over here. This will become 10 over here. So this will become 200 അല്ലെങ്കിൽ 2 kilowatt എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പൊ ആ മിസ്റ്റേക്ക് നോക്കിയാണ് ഞാൻ 6 ഒരു പിന്നെ 20 അല്ല, ഞാൻ 10 എടുത്തു കേട്ടോ. നിങ്ങൾ അത് ചേഞ്ച് ചെയ്ത് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഒരു റേഡിയോ സ്റ്റേഷൻ ആണ്, റേഡിയോ ഫ്രീക്വൻസി റേഞ്ച് ആണ്. അത് 800നും കിലോ ഹെഡ്സിനും 1200 കിലോ ഹെഡ്സിനും ഇടയിലാണ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിന്റെ ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട്. കോമൺ ഇൻഡക്റ്റൻസ് ആണ് 200 മൈക്രോ ഹെൻറി എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ നമ്മൾ റേഡിയോ ട്യൂൺ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒരു ചില നോബിലൊക്കെ പിടിച്ച് തിരിക്കാറില്ലേ, നമ്മൾ ട്യൂൺ ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പൊ അവിടെ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റൻസ്, അവിടെ അതിനകത്തൊരു LC സർക്യൂട്ട് ഉണ്ട്. ആ LC സർക്യൂട്ടിന്റെ കപ്പാസിറ്റൻസ് ആണ് നമ്മൾ ചേഞ്ച് ചെയ്യാറുള്ളത്. അപ്പൊ ആ കപ്പാസിറ്റൻസിന്റെ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ കപ്പാസിറ്റൻസിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ടാണ് പല ഫ്രീക്വൻസി നമ്മൾ അറ്റൈൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഈ ഫ്രീക്വൻസി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റൻസ് എത്രയായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഈ കേസ് ഇപ്പൊ ഇവിടെ റെസൊണൻസ് ആണ് എങ്കിൽ മാത്രമേ ഫോർ ട്യൂണിങ് നാച്ചുറൽ റെസൊണൻസ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് ഇപ്പൊ ഫ്രീക്വൻസി ആണ്. നമ്മൾ ഒമേഗയുടെ ഇക്വേഷൻ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഒമേഗയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/√LC ആണ്. അത് നമ്മൾ ഫ്രീക്വൻസിക്ക് റീറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 1/2π√LC എന്ന് വരും. ഇപ്പൊ ഞാൻ ഇതിനകത്തുനിന്ന് എനിക്ക് കപ്പാസിറ്റൻസ് ആണ്. അപ്പൊ ഞാൻ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. f² ഈസ് ഈക്വൽ ടു 1 × 4π² × LC എന്ന് എനിക്ക് കിട്ടും. അതിൽ നിന്ന് എന്റെ സിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4π² f² L എന്നാണ്. അപ്പൊ ഞാൻ ആദ്യത്തെ വാല്യൂ കണ്ടുപിടിക്കുന്നു, C1. അതായത് 800 കിലോ ഹെർട്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കപ്പാസിറ്റൻസ് ഞാൻ കണ്ടുപിടിക്കുകയാണ്. 1/4 × 3.14 the whole square into ഫ്രീക്വൻസി 800 ആയതുകൊണ്ട് 800 × 10⁻³ the whole square വരും. ഇൻറ്റു L എന്ന് പറയുന്നത് 200 × 10⁻⁻6 ആണ് വരുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ 197.8 പൈക്കോഫാരഡ് എന്നാണ്. ഓക്കെ, 197.8 പൈക്കോഫാരഡ്. അപ്പൊ പൈക്കോഫാരഡ് എന്ന് പറഞ്ഞാൽ 10⁻⁻12ന്റെ റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പൊ സെക്കൻഡ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 800ന് പകരം 1200 കിലോ ഹെഡ്സ് അല്ലെങ്കിൽ 1200 × 10⁻³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും സെയിം തന്നെയാണ്. ആ കേസിൽ നിങ്ങൾക്ക് 87.9 പൈക്കോഫാരഡ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇതും ഒരു LCR സർക്യൂട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്, VRMS തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്രീക്വൻസിയാണ്. ഇപ്പൊ സോഴ്സിന്റെ ഫ്രീക്വൻസി നമ്മൾ ഫ്രീക്വൻസി ഹെർട്സിൽ അല്ലെങ്കിൽ ഒമേഗ, ഇപ്പൊ ഞാൻ പറഞ്ഞു രണ്ടിനും അവർ ആ ഒരു ടേം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ റെസൊണൻസിലെ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതായിരിക്കണം? ഒമേഗ ഈക്വൽസ് 1/√LC എന്നുള്ള ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ 1/√LC എന്ന് പറയുമ്പോൾ L എത്രയാണ് വരുന്നത്? √5 × C എന്ന് പറയുന്നത് 8 × 10⁻⁻6 ആണ് വരുന്നത്. അപ്പൊ ഇത് 1000 ഡിവൈഡഡ് ബൈ √40 എന്ന് പറയുമ്പോൾ ഏകദേശം ഇത് 20 വരും. സോ യുവർ ആൻസർ വിൽ ബി 50 radian per second എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും.
Okay, 50 radian per second ആണ് ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ. Obtain the impedance of the circuit and the amplitude of current at the resonance frequency. ഇപ്പോൾ റെസൊണൻസിന്റെ കേസിൽ ഇംപിഡൻസ് എന്ന് പറഞ്ഞ റെസൊണൻസിന്റെ കേസിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഈക്വൽ ആയത് കാരണം ഇംപിഡൻസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലന്റ് ആയിരിക്കും? ഇസഡ് ഈസ് ഈക്വൽ ടു ആർ ആയിരിക്കും. ഇപ്പൊ ഇസഡ് ഈക്വൽ ടു ആർ എന്ന് പറയുമ്പോൾ എത്രയാ വരുന്നത്? ആറിന്റെ വാല്യൂ 40 ആണ് നമുക്ക് വരുന്നത്. 40 ഓം ആണ് വാല്യൂ വരുന്നത്. ഇനിയും ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ മാക്സിമം ആണ് ഉദ്ദേശിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് അറ്റ് ദി റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് IRMS കാൽക്കുലേറ്റ് ചെയ്യാം. IRMS ഈക്വൽ ടു VRMS എന്ന് പറയുന്നത് 230 ആണ്. 230 ഡിവൈഡഡ് ബൈ 40. നിങ്ങൾക്ക് 230 ഡിവൈഡഡ് ബൈ 40 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ അതിൽ നിന്ന് നിങ്ങൾ മാക്സിമം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ മാക്സിമം ആണ്, ഈ മാക്സിമം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ IRMSനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ആൻസർ വരുന്നത് 8.1 ആംപിയർ എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, കാരണം ആംപ്ലിറ്റ്യൂഡ് എന്നുള്ള ടേം ഉപയോഗിച്ചതുകൊണ്ടാണ്. അത് നിങ്ങൾ IRMS കാൽക്കുലേറ്റ് ചെയ്യുക, അതിനെ നിങ്ങൾ കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബി മാക്സിമം കണ്ടുപിടിച്ചിട്ട് ചെയ്താലും മതി. ഡിറ്റർമിൻ ദ RMS പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദി 3 elements ഓഫ് ദി സർക്യൂട്ട്. ഷോ ദാറ്റ് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് LC കോമ്പിനേഷൻ ഈസ് 0 അറ്റ് ദി റെസൊണൻസ് ഫ്രീക്വൻസി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. LC കോമ്പിനേഷൻ. ഡിറ്റർമിൻ ദ RMS പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദി 3 elements. ഓക്കെ, ഇപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് VLRMS വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, VLRMS വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും വരുന്നത്? നമുക്ക് കറണ്ടിന്റെ RMS വാല്യൂ എത്രയാണ് വരുന്നത്? നമുക്ക് കിട്ടിയത് 5.75 ആണ്. 5.75 വോൾട്ടേജ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്നുള്ള ഇക്വേഷൻ തന്നെ യൂസ് ചെയ്താൽ മതി. 5.75 അതേപോലെ ഇൻറ്റു L ഒമേഗ എന്ന് നമ്മൾ എടുക്കണം. എന്തുകൊണ്ട് ഞാൻ L ഒമേഗ എടുത്തത്? ബിക്കോസ് ഇൻഡക്ടറിന്റെ റിയാക്ടൻസ് എന്ന് പറയുന്നത് L ഒമേഗയാണ്. സോ ഇത് 5.75 ഇൻറ്റു L എത്രയാണ് നിങ്ങൾക്ക് വരുന്നത്? L ക്വസ്റ്റ്യനിൽ 5 ആണ് ഹെൻറി. 5 ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നത്, ഒമേഗ ഇവിടെ ഡയറക്ട്ലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 50. അപ്പൊ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് എത്രയാ? 5.7. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 1437.5 വോൾട്ട് എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് VCRMS ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ സെയിം തന്നെ 5.75 സെയിം കറണ്ട് തന്നെയാണ് വരുന്നത്. എല്ലാ ഒമേഗയ്ക്ക് വരെ നമ്മൾ എന്ത് ചെയ്യുക? 1/C ഒമേഗ എന്ന് കൊടുക്കുക. 1/C ഒമേഗ ആകുമ്പോൾ എത്ര വരും? 5.75 ഡിവൈഡഡ് ബൈ ഒമേഗയുടെ വാല്യൂ എത്രയായിരുന്നു വരുന്നത്? ഒമേഗ ഈസ് ഈക്വൽ ടു 80 മൈക്രോഫാരഡ്. സോ 80 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു 50 വരും. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് 1437.5 വോൾട്ട് എന്ന് കിട്ടും. അല്ലെങ്കിൽ രണ്ടിന്റെ റിയാക്ടൻസ് ഈക്വൽ ആണ്, കറണ്ട് സെയിം ആണ്. സോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഡയറക്ട്ലി എന്ത് എഴുതാം? ബിക്കോസ് എക്സിയും എക്സലും സെയിം തന്നെയാണ്. അതിനെ നമ്മൾ സെയിം കറണ്ട് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്ത് കിട്ടും? സെയിം വോൾട്ടേജ് ആയിരിക്കും രണ്ടിന്റെ അക്രോസ് ആയിട്ട് കിട്ടുന്നത്. സോ ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദം വിൽ ബി ഈക്വൽ ടു 0. അപ്പൊ അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ കോമ്പിനേഷൻ ഈസ് ബിക്കോസ് നമ്മൾ രണ്ട് സബ്ട്രാക്ട് ചെയ്താണ് എടുക്കുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യും? അതിന്റെ വാല്യൂ 0 ആയിട്ട് പോകും. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇതിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ആക്ച്വലി ഇതിനകത്ത് അഡീഷണൽ എക്സസൈസിലും കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. പറ്റുമെങ്കിൽ നമുക്കത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, എന്തെങ്കിലും ഇത് അഗെയിൻ എന്തെങ്കിലും ഇക്വേഷൻസിനകത്തൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ലെങ്കിൽ യൂണിറ്റ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. 5 എന്ന്